ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വെളിപ്പാട് പുസ്തകത്തിലെ 21 അധ്യായത്തിലെ 8-ാം തിരുവചനം വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരിത്തീയും ഗന്ധവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര മധ്യേ ഇസ്രയേൽ ജനം ഏറെക്കാലം പാളയമടിച്ചു കഴിഞ്ഞ ഒരു സ്ഥലമാണ് കാദേശ് ബർണയ. കാനാൻ ദേശത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഈ പട്ടണം ചാവക്കടലിൻ്റെ തെക്കേ അതിർത്തിയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സീനാൽ മലയിൽ നിന്ന് 11 ദിവസത്തെ യാത്രാ ദൂരമാണ് ഈ പട്ടണത്തിലേക്കുള്ളത്. കാദേശ് എന്നും കാദേശ് ബർണയ എന്നും ഈ നഗരത്തിന് ബൈബിളിൽ പേരുണ്ട്. അബ്രാഹത്തിൻ്റെ കാലത്തിന് മുൻപ് തന്നെ അമലേക്കരുടെ ഒരു പ്രധാന നഗരമായിരുന്നു ഇത്. ജലസമൃദ്ധമായ ഉറവകളുള്ള ഈ നഗരത്തിന് സമീപത്താണ് ഹാഗാർ അലഞ്ഞു നടന്ന ബെർലഹോറായി. വിശുദ്ധം എന്നാണ് കാദേശ് എന്ന വാക്കിന് അർത്ഥം. കാനാൻകാരുടെ ആരാധനാലയം ഉണ്ടായിരുന്നതിനാലാകണം ഈ പേര് ലഭിച്ചത്. പക്ഷേ ബർഷബയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഐൻഗുദ്രായി എന്നറിയപ്പെടുന്ന പട്ടണമായിരുന്നു ബൈബിളിലെ കാദേശ് ബർണയ എന്ന് കരുതപ്പെടുന്ന സ്ഥലം. ദൈവം നൽകുന്ന നാട് നിരീക്ഷിക്കാനായി മോശ 12 ചാരന്മാരെ പറഞ്ഞയച്ചത് ഇവിടെ നിന്നാണ്. സംഖ്യയുടെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിലെ 14-ാം തിരുവചനം പറയുന്നു. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം മടങ്ങിയെത്തിയ ചാരന്മാരിൽ 10 പേർ നൽകിയ വാർത്ത കേട്ട് പരിഭ്രാന്തരായ ജനം കടന്നു ചെന്ന് യുദ്ധം ചെയ്ത് നാട് കീഴടക്കാൻ വിസമ്മതിച്ചു. ജോഷയും കാലബും പറഞ്ഞിട്ട് പോലും പ്രോത്സാഹിപ്പിച്ചിട്ട് പോലും അവർ അതിൽ നിന്ന് വിട്ടുനിന്നു. അവർ വിശ്വസിച്ചില്ല. വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടി പോരാടാൻ തയ്യാറാത്ത ഭീരുക്കൾ കർത്താവിൻ്റെ കോപത്തിന് പാത്രമായി 40 വർഷം മരുഭൂമിയിലൂടെ അലയുക എന്ന ശിക്ഷ വാങ്ങിയവർ. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. സംഖ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 31-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ ശിക്ഷയാണ്. കാരണം ദൈവം പറഞ്ഞ വചനം, ദൈവത്തിൻ്റെ പ്രതിപുരുഷനിലൂടെ കേട്ട വചനം അവിശ്വസിച്ചത് കൊണ്ട് ദൈവം ശിക്ഷ കൊടുത്താണ് പറഞ്ഞത്. എന്നാ പറഞ്ഞത് 40 വർഷമാണ് അവർ മരുഭൂമിയിലൂടെ അലഞ്ഞത്. നമുക്ക് അറിയാം ആരാണ് അതിൽ പറഞ്ഞത്. ജോഷയും കാലവും അല്ലാതെ ആരും തന്നെ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചതുമില്ല. ഭീരുത്വത്തിൽ നിന്നുളവായ അനുസരണക്കേടാണ് മരുഭൂമിയിലെ അലച്ചലിന് കാരണം എന്ന് കാദേശ് ബർണയ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അലസന്മാരുടെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ദാനമല്ല ദൈവരാജ്യം. ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ കഴിയൂ. എന്നാൽ യേശുവചനം ഈ സത്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു നമ്മളെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുമ്പോൾ അതിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ആദ്യം നിൽക്കുന്നത് ഭീരുക്കളാണ്. വില കൊടുക്കാൻ തയ്യാറാത്തവർക്ക് വിജയം ലഭിക്കില്ല. നമ്മൾ എവിടെയെല്ലാം എത്തപ്പെടണമോ നമ്മൾ ഓടണം. ഓടിയാൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇരുന്നാലോ നമുക്കൊന്നും നേടാൻ സാധിക്കത്തില്ല. എല്ലാം എളുപ്പത്തിൽ നേടാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യർക്ക്, ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ശ്രദ്ധേയമായൊരു പാഠമാണ് കാദേശ് ബർണയ. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 14-ാം തീയതി നമ്മൾ പഠിപ്പിക്കുന്നു. കുരിശുമെടുത്ത് മനുഷ്യപുത്രനെ അനുഗമിക്കുന്നവർക്കേ യഥാർത്ഥ ശിഷ്യരാകാൻ കഴിയൂ. കാനാൻ ദേശം എന്ന വാഗ്ദത്ത ഭൂമി നിത്യരക്ഷ എന്ന സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, അതിലേക്ക് നയിക്കുന്ന വഴിയിലെ ക്ലേശങ്ങൾ കണ്ട് പിന്തിരിയുന്നവർക്ക് ദൈവരാജ്യം അപ്രാപ്യമായിരിക്കും. ഇസ്രായേൽക്കാർ കാനാൻകാരോടാണ് യുദ്ധം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യുദ്ധം മുഖ്യമായും തന്നോട് തന്നെയാണ്. ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും അവനവനോട് യുദ്ധം ചെയ്യണം. മറ്റുള്ളവരെ ആക്രമിച്ചും തോൽപ്പിച്ചുമല്ല നമ്മൾ അവിടെ ഭീരു എന്ന സംബോധനത്തിൽ കടന്നു വന്നത്. ഭീരു
നമ്മളോട് തന്നെ യുദ്ധം ചെയ്യാനുള്ള ആ അവസ്ഥയില്ലായ്മയെക്കുറിച്ചാണ് നമ്മുടെ ഭീരുത്വത്തെക്കുറിച്ച് വിവരിച്ചത്. തന്നെ കീഴടക്കിയും നിയന്ത്രിച്ചുമാണ് ക്രിസ്തു ശിഷ്യൻ ധൈര്യം പ്രകടമാക്കേണ്ടത്. അതിന് തയ്യാറാത്തവർക്ക് മരുഭൂമിയിൽ മരിച്ചു വീണ ഭീരുക്കളുടെ അന്ത്യം ഒരു താക്കീതായി ഇന്നും നാളെയും എന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. മനുഷ്യ, നിന്റെ ആത്മത്വത്തിൻ്റെ വില അറിയണമെങ്കിൽ അതിന് മനുഷ്യപുത്രൻ നൽകിയ വില എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുകയുള്ളൂ. നിന്റെ ആത്മത്വത്തിൻ്റെ വില നീ അറിയണം. എങ്കിൽ മാത്രമേ അത് അറിയണമെങ്കിൽ മനുഷ്യപുത്രൻ നൽകിയ വില എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളിങ്ങനെ വെറുതെ വാചക കസരത്തോടെ മനസ്സിലാക്കുന്നതല്ല. അതിന് പരിശുദ്ധാത്മാവിന് ജ്ഞാനം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിയുക. എങ്കിൽ മാത്രമേ നമ്മൾ ഭീരു എന്നുള്ള വാക്ക് അതിൻ്റെ ശരിയായ അർത്ഥം ഭീരു എന്ന് പറഞ്ഞാൽ കുറേ മല്ലന്മാരുടെ യുദ്ധം കൂടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ കൂടാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതല്ല അർത്ഥം. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ്. എങ്കിൽ മാത്രമേ കുരിശുമെടുത്ത് മനുഷ്യപുത്രനെ അനുഗമിക്കാൻ സാധിക്കൂ. കുരിശുമെടുത്തുകൊണ്ട് മനുഷ്യപുത്രനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ ഭക്തത്വ ഭൂമി അല്ലെങ്കിൽ നിത്യരക്ഷയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഷ്ടപ്പാട് കൂടാതെ ഒന്നും നേടുക അസാധ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനം നമ്മളെ നേർവഴിക്ക് നയിക്കട്ടെ. നല്ലവനായ ഈശോയെ, കർത്താവേ, ഞങ്ങൾ ഭക്തത്വ ഭൂമിയിലേക്ക് അങ്ങയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങയുടെ കുരിശുമെടുത്തുകൊണ്ട് ഞങ്ങളെ വരാനായിട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഭീരുക്കളാണെന്ന് അറിയുന്നു. എങ്കിലും കർത്താവെ, ഞങ്ങളോട് തന്നെ യുദ്ധം ചെയ്യാനുള്ള ശക്തി അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തരണമേ. നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ അശക്തരാണ് കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.